ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദീപാസ് കിച്ചൺ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുകയാണേ. ഇനി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണേ. എന്തുകൊണ്ടാണ് തയ്യാറാക്കുന്നതെന്ന് പറയട്ടെ. റവ വെച്ചിട്ട്, നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ പെട്ടെന്നൊരു പായസം റെഡിയാക്കാമെന്ന് നോക്കിയാലോ. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണേ. കിസ്മിസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കിസ്മിസ് ഒക്കെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 3 ടേബിൾ സ്പൂൺ റവയാണേ. റോസ്റ്റഡോ റോസ്റ്റഡ് അല്ലാത്തതോ നിങ്ങൾക്ക് എടുക്കാവേ. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന റോസ്റ്റഡ് ആണേ, എങ്കിലും ഒന്നുകൂടി ഞാനൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ്. ഇനി ഇതിലേക്കൊരു 3/4 ബൗള് മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. പാല് കൂടുതലൊന്നും അല്ലേ, നമ്മുടെ റവ ഒന്ന് മിക്സായി ഒന്ന് കുതിർന്നു വരുമ്പോൾ ഇത് പാകത്തിനായിരിക്കും നമുക്ക് കിട്ടുന്നത്. മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിൽ കാഷ്യൂ നട്ട്സ് പാലിൽ കുതിർക്കാൻ വെച്ചിരുന്നേ, അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്ത കാഷ്യൂവിന്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്കിതിന് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴേ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണേ. ഇവിടെ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. ആഴ്ചയിൽ ഒരിക്കലും ഞങ്ങൾ ഇത് തയ്യാറാക്കി കുടിക്കും. റവയെല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടേ. ഒരു ബൗളില് കുറച്ച് പാലെടുത്തിട്ടുണ്ടേ, അതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കുകയാണ്. സാഫ്രോൺ കയ്യിലുള്ളവർ ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് കുങ്കുമപ്പൂവും പാലും കൂടെ മിക്സ് ചെയ്ത മിശ്രിതം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന കുറച്ച് ഏലക്ക പൊടിച്ചതാണേ. കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പായസം റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ റവ പായസം തയ്യാറാക്കുമ്പോഴേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ റെഡി ആക്കി എടുക്കണേ. എന്താന്ന് വെച്ചാൽ റവ പിന്നെയും കുതിർന്നു വന്ന് നമ്മുടെ പായസത്തിന്റെ പാല് കുറഞ്ഞു പോവേ. അതുകൊണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾ റെഡിയാക്കി എടുക്കണേ. മധുരം പാകത്തിനാണോ കിട്ടിയേക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാവേ. നല്ല പാകത്തിനാണ് ഫ്രണ്ട്സ് കിട്ടിയേക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെല്ലാം പുതിയ വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ എനിക്കൊരു പ്രചോദനം കിട്ടത്തുള്ളൂ.